ഇന്ന് ഹയർ സെക്കൻഡറി +1 ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഒരുപാട് കുട്ടികൾക്ക്, അതായത് 8ഉം 9ഉം A+ കിട്ടിയ കുട്ടികൾ പോലും അലോട്ട്മെൻറ്റിന് പുറത്താണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ സീറ്റ് കിട്ടില്ല എന്ന് കരുതി പേടിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം നമുക്ക് ചില കണക്കുകൾ നോക്കാം. ഉദാഹരണമായിട്ട് ഒരു സ്കൂളിൽ പൊതുവെ 60 സീറ്റാണ് ഒരു ബാച്ചിലുണ്ടാവുക. അപ്പോൾ ഉദാഹരണം നിങ്ങൾ ആലോചിക്കൂ, ഒരു സ്കൂളിൽ +1 സയൻസിന് 60 സീറ്റുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളാണ്. അപ്പോൾ എയ്ഡഡ് സ്കൂളുകൾ പ്രത്യേകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 20% സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ടയാണ്. അതായത് ആ സ്കൂൾ നടത്തുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്കുള്ള സീറ്റുകളാണ്. അപ്പോൾ 60 സീറ്റുള്ളൊരു ബാച്ചാണെങ്കിൽ അതിൽ 12 സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്. അതിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടന്നിട്ടില്ല. അപ്പോൾ ആ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ആ ഒരു സീറ്റ് ലഭ്യമാകും. അതുപോലെ തന്നെ 20% സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ടയാണ്. അപ്പോൾ അതും 12 സീറ്റ് ഉണ്ടാകും. 60-ൽ 20% 12ആണ്. ആ ഒരു സീറ്റുകളും ഇപ്പോഴും വാക്കൻ്റായി കിടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ ആകെ ഉണ്ടാകുന്ന സീറ്റുകളുടെ എണ്ണം 36 സീറ്റുകളാണ്. ഈ 36 സീറ്റുകളും നിലവിൽ പൂർണ്ണമായും ഫില്ല് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആകെ 60 സീറ്റിൽ 22 സീറ്റുകളാണ് ജനറൽ സീറ്റുകളായിട്ടുള്ളത്. അത് ഏകദേശം എല്ലാ സ്കൂളുകളും ഫില്ലായിട്ടുണ്ടാകും. ഇതുകൂടാതെ 7 സീറ്റ് ST/SC വിഭാഗത്തിലെ കുട്ടികൾക്ക് റിസർവേഷൻ ഉള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും പല സ്കൂളുകളിലും അത്ര തന്നെ 7 SC വിഭാഗത്തിലെ കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്കൂളിൽ 2 കുട്ടികളെ എത്തിയിട്ടില്ലെങ്കിൽ ആ 5 സീറ്റ് നിലവിൽ ഫില്ല് ചെയ്യില്ല. ആ മതവിഭാഗത്തിലെ ST വിഭാഗത്തിലെ കുട്ടികൾ എത്തുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു സീറ്റ് മെറിറ്റിലോട്ട് മാറുക. അപ്പോൾ അതുപോലെ തന്നെ ST വിഭാഗത്തിലെ കുട്ടികൾക്ക് 5 സീറ്റ് റിസർവേഷൻ ഉണ്ട്. അവരും വന്നിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഈ ഒരു സീറ്റ് നമ്മുടെ ജനറൽ മെറിറ്റായി മാറും. അതുപോലെ ഡിഫറൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 60 സീറ്റുള്ള ഒരു സ്കൂളിൽ ഒരു സീറ്റ് റിസർവേഷൻ ഉണ്ട്. സ്പോർട്സ് കോട്ടയിൽ ഒരു സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പല സ്കൂളുകളിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ 36 സീറ്റിൽ 24 സീറ്റിൽ മാത്രമേ നമുക്ക് കുട്ടികളെ ഗവൺമെൻറ് തന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 12 സീറ്റുകൾ ജനറൽ മെറിറ്റിൽ ഇപ്പോഴും ബാക്കിയായി കിടക്കുകയാണ്. ആ സീറ്റുകളൊക്കെ അതായത് മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്പോർട്സ് ക്വാട്ടയിലെ കുട്ടികൾ വരുന്നില്ലെങ്കിൽ ഈ സീറ്റുകളെല്ലാം എന്ത് ചെയ്യും? ഭാവിയിൽ മറ്റുള്ള കുട്ടികൾക്ക് തന്നെ തരും. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ പേടിച്ചിരിക്കേണ്ട. പല സ്കൂളുകളും ഇപ്പോഴും എയ്ഡഡ് സ്കൂളിൽ ചുരുങ്ങിയത് 10 സീറ്റുകളെങ്കിലും ഇപ്പോഴും വാക്കൻ്റായി കിടക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വെയിറ്റ് ചെയ്യുക. ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു. കുറഞ്ഞ സ്കൂളുകളിൽ അപേക്ഷ കൊടുത്ത ആളുകൾ കൂടുതൽ സ്കൂളുകളുടെ ഓപ്ഷൻസ് താഴെ ആഡ് ചെയ്യാം. ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യാൻ മറന്ന കുട്ടികളുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റെന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ അപേക്ഷാ ഫോമിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്. അത് വരും ദിവസങ്ങളിൽ വളരെ ചുരുങ്ങിയ 2-3 ദിവസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡേറ്റ് എക്സാക്റ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ അതിന് മുൻപായിട്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള നിങ്ങളുടെ അഡ്മിഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ളൊരു അവസരമാണ്. എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അടുത്തൊരു സെഷനുമായി വീണ്ടും കാണാം.